ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എന്താ പറയുക, ഇന്ന് ഇങ്ങനെ പോർട്രേറ്റ് മോഡിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സാധാരണ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഗോപ്രോയിലായിരുന്നേ. അപ്പോൾ പുള്ളിക്കാരനിൽ ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ ഒന്നും കൂടിയും എന്താ പറയുക, ഞാൻ സുന്ദരനായിട്ട് നിൽക്കുന്നത് എൻ്റെ സെൽഫോണിൽ തന്നെ ഷൂട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ വിചാരിച്ചു ഇതിൽ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ നോക്കിയപ്പോൾ സ്റ്റാൻഡിൽ ഇത് നിൽക്കുന്നില്ല. നമ്മൾ ലാൻഡ്സ്കേപ്പായിട്ട് പിടിച്ചപ്പോൾ നിൽക്കുന്നില്ല. അതാ പിന്നെ ഇങ്ങനെ പോർട്രേറ്റ് മോഡിൽ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചത്. ഓക്കെ. സോ എന്താ പറയുക, എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ 2 ദിവസമായിട്ട് വളരെ എന്താ പറയുക, ഭയങ്കര ക്യൂരിയോസിറ്റി നിറക്കുന്നൊരു ന്യൂസിൻ്റെ പിറകെയായിരുന്നു. ഓക്കെ. അതൊരു യൂട്യൂബ് ചാനലിൻ്റെ പിറകെ. ഈ യൂട്യൂബ് ചാനലിൻ്റെ പേര് യോസ്മിത് ബിയർ 62 എന്നാണ്. ഓക്കെ. ഏകദേശം 2010 മുതൽ ആക്റ്റീവായ ചാനലാണിത്. ഇതിൽ ഏകദേശം എന്താ പറയുക, ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതായത് ഡെയിലി വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ചാനൽ. ഓക്കെ. ഈ ചാനലിൻ്റെ ക്രിയേറ്റർ എന്ന് പറയുന്നത് മിസ്റ്റർ പോൾ ബിയർ വാസ് ക്യൂസ് എന്ന് പറയുന്ന ഒരാളാണ്. ഓക്കെ. പക്ഷേ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം 2020 മെയ് 9 മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാലോ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഡെയിലി വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം നമ്മളെപ്പോലത്തെ ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ വരുന്ന യൂട്യൂബേഴ്സൊക്കെ, അതിൽ ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സും നേരിടുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീഡിയോ കണ്ടൻറ് എങ്ങനെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഫസ്റ്റത്തെ പ്രശ്നം. വീഡിയോ കണ്ടൻറ് എങ്ങനെ തിരഞ്ഞെടുക്കും, അതെങ്ങനെ അവതരിപ്പിക്കും, എന്നിട്ട് അതെങ്ങനെ ഷൂട്ട് ചെയ്യും, അതെങ്ങനെ എഡിറ്റ് ചെയ്യും എന്നൊക്കെ ഉള്ളതാണ് എല്ലാവരും നേരിടുന്ന പ്രശ്നം. പക്ഷേ ഇദ്ദേഹം എറൗണ്ട്, പലരും പറയുന്ന കണക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പലരും പറയുന്ന കണക്ക് എറൗണ്ട് 15 വർഷത്തേക്കുള്ള വീഡിയോ ഡെയിലി അങ്ങനെ 15 വർഷത്തേക്കുള്ള വീഡിയോ ഇദ്ദേഹം ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഈ കോസ്മിക് ബിയ 62 എന്ന ചാനലിൽ പോയി നോക്കിയാൽ ഇന്നും വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, ഇന്നലെ അപ്ലോഡ് ആയിട്ടുണ്ട്, മിനിയാന്നും അപ്ലോഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഡേ ടു ഡേ എന്നും ഡെയിലി ഈ ഒരു സംഗതി അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് 15 വർഷത്തേക്കുള്ള വീഡിയോ മുൻകൂട്ടി ഷൂട്ട് ചെയ്തിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി സെറ്റ് ചെയ്ത് വെച്ചിട്ട്, എന്താ പറയുക, ഡെയിലി ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ലേ? സോ എന്താ പറയുക, ഞാനും ഭയങ്കര ക്യൂറിയസ് ആയി. ഞാനും കയറി നോക്കി. സത്യമായിട്ട് പറയാം കേട്ടോ, ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോ, അപ്ലോഡായി വരുന്നുണ്ട് വീഡിയോ. അതിൽ ഡെയിലി ന്യൂ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ കേട്ടപ്പോൾ ഭയങ്കര നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. വേറെ കാര്യമായിട്ടൊന്നുമില്ല. കണ്ടൻറ്റിൻ്റെ ക്ഷാമം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടൻറ്റിൻ്റെ ക്ഷാമം. ഓക്കെ. സോ എന്താ പറയുക, ചിലർക്കിത് ഇൻഫോർമേറ്റീവ് ആയിരിക്കും, ചിലർക്കിത് ഭയങ്കര ക്യൂറിയസ് ആയിരിക്കും. എന്നെപ്പോലെ മടി പിടിച്ചെടുക്കുന്ന ആൾക്കാർക്കൊക്കെ അല്ലേ ഇത് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. കാരണം 15 വർഷത്തെ വീഡിയോ മുൻകൂട്ടി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹീസ് എ ലെജൻഡ് അല്ലേ? സത്യം, ആരെക്കൊണ്ട് അങ്ങനെ കഴിയുക? ഏത് യൂട്യൂബ് ചാനൽ അങ്ങനെ ചെയ്യാം? സോ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ ബൈ.